ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം പതിവുപോലെ കേൾക്കുന്നത് പോലെ നമുക്ക് ഒരല്പം ഗാനം ശ്രവിച്ചാലോ? എൻ്റെ പ്രിയ ഭാര്യ സാലി ഒരു ഗാനത്തിൻ്റെ ഏതാനും ശൈലികൾ പാടും. അതിനുശേഷം നമുക്ക് തിരുവചന ശുശ്രൂഷയിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിക്കാം. അതിനുശേഷം നമുക്ക് വചനവും ശ്രദ്ധിക്കാം. സ്തോത്രം. വിശ്വാസത്തിൻ കൺകളാൽ എൻ സ്വർഗീയ ഭവനം ആകാശഗോളഗണങ്ങൾക്കപ്പുറം സിയോൻ നഗരിയതിൽ വെറുമൊരു ശ്വാസം മാത്രമാകും ഞാൻ. ഒരു നാൾ മണ്ണോട് മണ്ണായി മറഞ്ഞു പോയിടും. മേഘാരൂഢനായി മാമമണാളൻ വരുമ്പോൾ എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ. കർത്താവിന് സ്തോത്രം. നാം ചിന്തിച്ചു വന്ന വിഷയം രൂത്തിനെ കുറിച്ചാണ്. ശാപം മാറിയ രൂത്തിനെ കുറിച്ചാണ്. അടിമത്വത്തിൽ കഴിഞ്ഞ രൂത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു. വലിയ ശാപത്തിൻ്റെ ബന്ധനമുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും രൂത്ത് മോചനം പ്രാപിച്ച് ദൈവിക അനുഗ്രഹത്തിലേക്ക് വന്നു. അതിന് കാരണമായത് അവളുടെ സമർപ്പണമാണ്, ഡെഡിക്കേഷൻ. കർത്താവിന് സ്തോത്രം. അവളുടെ ഡെഡിക്കേഷൻ എന്തായിരുന്നു? അവൾ തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് പറയുകയാണ്, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. മരണത്താലല്ലാതെ നാം തമ്മിൽ വിട്ടുപിരിയുകയില്ല. ഒരു ദിവസത്തേക്കുള്ള സമർപ്പണമല്ല. ചിലർ സമർപ്പണം എടുക്കും ഏതാനും ദിവസത്തേക്ക്, ഒരു കാര്യം സാധിച്ചു കിട്ടാൻ. കാര്യസാധ്യത്തിന് വേണ്ടി സമർപ്പണം എടുക്കുന്നതല്ല യഥാർത്ഥ സമർപ്പണം. ഒരു രോഗം മാറാൻ, ഒരു കടം മാറാൻ, അന്നേരത്തെ ഒരു പ്രശ്നം മാറാൻ ദൈവത്തോട് വാക്ക് പറയുന്നവരുണ്ട്. വലിയ ഗതി വരുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കും. ഞാൻ പറയുന്നത്, എങ്കിൽ പോലും നിങ്ങൾ തീരുമാനം എടുക്കൂ, ദൈവം നിങ്ങളെ സഹായിക്കും. പക്ഷേ സഹായം കിട്ടിക്കഴിയുമ്പോൾ നാം ദൈവവഴിയിൽ നിൽക്കണം. എങ്കിലേ നമുക്ക് അന്ത്യത്തോളം കർത്താവിനോടുകൂടെ പോകാൻ പറ്റുകയുള്ളൂ. മരണത്തോളമുള്ള തീരുമാനമാണ് രൂത്ത് എടുത്തത്. രൂത്ത് തീരുമാനിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനം അത് മരണത്തോളമുള്ള തീരുമാനമായിട്ട്, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു, യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേർതിരിക്കുന്നു, യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ അത് ദൈവം പ്രസാദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരുവാൻ അത് മുഖാന്തരമായി തീരുകയും ചെയ്യും. ഇനി രണ്ടാമതായി രൂത്തിൻ്റെ ജീവിതത്തിൽ വന്ന മറ്റൊരു വലിയ അനുഗ്രഹം അതെന്താണെന്നറിയാമോ? അത് അറിയണമെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരണം. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രൂത്ത് നവോമിയോട് ചോദിക്കുകയാണ്, അമ്മാവിയമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളേ എന്ന് അവളോട് പറഞ്ഞു. രൂത്ത് എടുത്ത തീരുമാനത്തിൽ തന്നെ നിൽക്കുകയല്ല, അവൾ മുന്നോട്ട് വളരുകയാണ്. അതേ, രക്ഷ എന്നുള്ള ആ ഒരു സമർപ്പണത്തിൽ ദൈവമക്കൾ പലരും കടന്നു വരുന്നു, അതിൽ തന്നെ നിൽക്കുന്നു. പോരാ, വയലിലേക്ക് ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഏതാണ് ഈ വയല്? ദൈവവേലയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷ ലഭിച്ചു, നാം അതിൽ തന്നെ നിൽക്കുകയല്ല വേണ്ടത്. ദൈവവേലയിലേക്ക് നാം പ്രവേശിക്കണം, വയലിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നാം ഓരോരുത്തരും യേശുവിൻ്റെ സാക്ഷികളാകണമെന്ന്. അത് ദൈവവേലയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവേല അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് ദൈവവേലക്കാർ എന്തെല്ലാം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ 3 കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരെ വെടിവെച്ച് കൊന്നുവെന്ന് കേട്ടു. ഹൃദയം നടുക്കിയതായ വാർത്തകളായിരുന്നു. എന്ത്? ഈ ഭാരതഭൂമിയിൽ, കർത്താവിന് സ്തോത്രം, സ്വാതന്ത്ര്യം ലഭിച്ച ഈ ഭാരതഭൂമിയിൽ എന്ത് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് പറയുന്നത്? അവനവൻ്റെ മതം പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കാനും എല്ലാം ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട്, ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ. പക്ഷേ
സ്വാതന്ത്ര്യത്തോട് സുവിശേഷം അറിയിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് നിയമങ്ങൾ വന്നു കഴിഞ്ഞു, ഇല്ലേ? സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയുകയാണ്. പോകട്ടെ, അതൊരു ഇന്നത്തെ ചിന്താവിഷയമല്ല. എങ്കിലും ആരെല്ലാം എതിർത്താലും ആരെല്ലാം നിയമം ഇറക്കിയാലും ദൈവമക്കൾ യേശുവിൻ്റെ വേല ചെയ്യണം, യേശുവിനെ സാക്ഷിക്കണം. ചില കാലങ്ങൾ എതിർപ്പിൻ്റെ കാലങ്ങളാകാം, ചില കാലങ്ങൾ ഉപദ്രവത്തിൻ്റെ കാലങ്ങളാകാം, പീഡയുടെ കാലങ്ങളാകാം. പക്ഷേ പീഡയുടെ മുമ്പിൽ പതറുന്നവരല്ല ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ. പീഡ കണ്ട് തോറ്റോടുന്നവരല്ല. കർത്താവിൻ്റെ സ്തോത്രം. ഒരു സ്തേഫാനോസ് മരിച്ചു എന്നുള്ളതുകൊണ്ട് ശുശ്രൂഷ തീർന്നില്ല. 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു ഈ ആക്രമണം. ആ കന്നി പ്രസംഗത്തിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പക്ഷെ അതുകൊണ്ട് ദൈവവേല തീർന്നില്ല. ആ ചോരയിൽ നിന്നും പുതിയ പുതിയ യോദ്ധാക്കൾ എഴുന്നേറ്റു. അതാണ് ശൗൽ, നാം കാണുന്ന പൗലോസ് അപ്പോസ്തലൻ. ഒരു സ്തേഫാനോസ് മരിച്ചുവെങ്കിലും ഒരു പൗലോസ് എഴുന്നേറ്റു. പൗലോസിലൂടെ യൂറോപ്പ് മുഴുവൻ സുവിശേഷവൽക്കരിക്കുവാൻ ജീവനുള്ള ദൈവം ഇടയാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും തളരരുത്. ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ലോകമെമ്പാടും കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് വിഭാഗീയ ചിന്തകളില്ല, ഞങ്ങൾക്ക് സഭാ വ്യത്യാസങ്ങളില്ല, സാമുദായിക വ്യത്യാസങ്ങളില്ല, വിഭാഗീയ ചിന്തകളില്ല, അതിർവരമ്പുകളില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവമക്കൾ ലോകമെമ്പാടുമുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും അപ്പൻ്റെ മക്കളാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ്, ഒരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. മറക്കരുത്. സ്തോത്രം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സാഹചര്യവശാൽ ഞാൻ ഓർപ്പിക്കുന്നു. രൂത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് നടന്നത്? രൂത്ത് അടങ്ങിയിരുന്നില്ല. ബേത്ലഹേമിലേക്ക് വന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ തീ കത്തുകയാണ്. അവൾ അമ്മാവിയമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ വയലിൽ ചെന്ന് പെറുക്കിക്കോട്ടെ, ഞാൻ വയലിലേക്ക് ഇറങ്ങിക്കോട്ടെ? അവൾ ചോദിച്ചു. അമ്മാവിയമ്മ പ്രോത്സാഹിപ്പിച്ചു. ദൈവവേലയ്ക്ക് നാം പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. നവോമി തൻ്റെ മകളായി രൂത്തിനെ പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹനം നല്ലതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ ദൈവവേലയ്ക്ക് ശക്തമായ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കർത്താവിനെ സാക്ഷിക്കാൻ, കർത്താവിൻ്റെ വചനം പറയുവാൻ, ലഘുപ്രസംഗങ്ങൾ നടത്തുവാൻ, പ്രാർത്ഥിക്കാൻ, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ച് കർത്താവിൻ്റെ മഹത്വ വേലയിൽ ചേർന്ന് നിൽക്കാൻ, മീഡിയ മിനിസ്ട്രിയിലൂടെ അങ്ങനെ അനേകം സാധ്യതകൾ ദൈവവേല മുൻനിർത്തി കണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്തോത്രം. അതെല്ലാം ഒരു അനുഗ്രഹമാണ്. ചില സ്ഥലങ്ങളിൽ ഒരൊറ്റയാൾ പ്രസംഗിക്കും, ഒരൊറ്റയാൾ എന്നും വർഷിപ്പ് ചെയ്യും, ഒരാൾ മാത്രം എല്ലാം ചെയ്യും, ബാക്കിയുള്ളവരെ വളർത്തുന്നില്ല. എ ലീഡർ ഷുഡ് പ്രിപ്പയർ അനദർ ലീഡേഴ്സ്. ഒരു ലീഡർ അനേകം ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒരു ലീഡറെ ലീഡറാക്കി തീർക്കുന്നത്. സ്തോത്രം. പോകട്ടെ, ഈ നവോമി രൂത്തിനെ പ്രോത്സാഹിപ്പിച്ചു. അവൾ വയലിലേക്ക് പോയി. ഏതാണ് വയൽ? 3-ാമത്തെ വാക്യം. ഭാഗ്യവശാൽ അവൾ ഏലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു എത്തിയത്. ബോവസ്. സ്തോത്രം. ബോവസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. യേശുക്രിസ്തു ഒന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ ഒരു ഭാവമായി, ഒരു സാദൃശ്യമായി അവിടെ നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വയൽ. അവൾ ഭാഗ്യവശാൽ രൂത്ത് ബോവസിൻ്റെ വയലിലെത്തി. അതിനു മുമ്പ് എന്താണ് കാണുന്നത്? എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. നവോമി പറയുകയാണ്, 2-ാമത്തെ വാക്യം. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവരെ ആശ്രയിച്ച് കതിർ പിറക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരെ പിന്നാലെ ചെന്ന് പെറുക്കി. ഇതിനൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുണ്ട്. കൊയ്ത്ത് ദൈവവേലയാണ്. ദൈവവേല ചെയ്യുന്ന ദൈവമക്കളുടെ ചേർന്ന് നിന്ന് അവരുടെ പിന്നാലെ നിന്ന് ആ കൊയ്ത്ത് പഠിക്കുന്ന അനുഭവം, അത് നല്ലതാണ്. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ശക്തമായി ഉപയോഗിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അവരിൽ നിന്നും ചില അനുഭവ പാഠങ്ങൾ, അവരിൽ നിന്നും ചില ആലോചനകൾ, അവരിൽ നിന്ന് ചില നിർദ്ദേശങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകം ശ്രേഷ്ഠരായ ദൈവദാസന്മാരുണ്ട്. ദൈവകരങ്ങളിൽ ശക്തമായി ഇന്ത്യയിൽ മാത്രമല്ല അനേകം വിദേശ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന അനേകം ശ്രേഷ്ഠരായ ദൈവമക്കൾ. അവരുമായി ദൈവം എനിക്ക് കണക്ഷൻ തന്നു. കർത്താവിൻ്റെ സ്തോത്രം. എന്നെ ഒരു മകനെപ്പോലെ സ്നേഹിക്കുന്ന, ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിക്കുന്ന,
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ നിന്നും അരുളപ്പാടുകൾ പ്രാപിച്ച് എനിക്ക് പകർന്നു തരുന്ന, ദൈവിക പ്രവചനങ്ങൾ, ദൈവം പറയുന്ന അരുളപ്പാടുകൾ പറഞ്ഞു തരുന്ന അനേകം ദൈവദാസന്മാരുമായി കർത്താവ് അടുപ്പം തന്നു. കർത്താവിന് സ്തോത്രം. പവർ വിഷൻ പോലെയുള്ളതായ വലിയ ശുശ്രൂഷയിലുള്ള ശ്രേഷ്ഠരായ ദൈവമക്കളുമായി അടുപ്പം തന്നു. ഇങ്ങനെ അനേകം ദൈവമക്കൾ, ഇന്ത്യയിലും അനേക വിദേശ രാജ്യങ്ങളിലുമുള്ള അനേക ദൈവമക്കളുമായി കർത്താവ് ഇഞ്ചോട് കണക്ഷൻ തന്നു. ഞാൻ കണക്ഷന് വേണ്ടി പുറകെ പോയതല്ല. ഞാൻ കണക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി ഒത്തിരി ബന്ധപ്പെട്ടതുമല്ല. കൃപയാൽ കർത്താവ് ഒരുപാട് കണക്ഷൻസ് തന്നു. എല്ലാം എനിക്ക് അനുഗ്രഹമായിട്ടേ ഉള്ളൂ. സ്തോത്രം. ആ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവിക ആലോചന തരുന്നുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്നു. സാക്ഷികളുടെ വലിയൊരു സമൂഹം. പക്ഷേ അവരിലല്ല എൻ്റെ ആശ്രയം. ആശ്രയം എൻ്റെ യേശുവിലാണ്. ഞാൻ യേശുവിനെ കണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ദൈവദാസന്മാരെ കണ്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ യേശുവിനെ മുൻനിർത്തി കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായ എൻ്റെ യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ വയൽ പ്രദേശത്താണ് ഞാൻ വേല ചെയ്യുന്നത്. സ്തോത്രം. ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിലെത്തി. കർത്താവിന് സ്തോത്രം. ബോവസ് എന്താണ് അവളോട് പറയുന്നത്? 8-ാമത്തെ വാക്യം. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോർ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഓ, ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന കർത്താവിൻ്റെ പ്രൊവിഷനാണ് അവിടെ കാണുന്നത്. അതേ പ്രിയരെ, ദൈവവേലക്കാരിൽ ചിലർക്കെല്ലാം ചില എതിർപ്പുകളും ആക്രമണങ്ങളും ഒരുപക്ഷെ മരണം വരെയും വരിക്കേണ്ടി വന്നെന്നിരിക്കാം. എന്നാൽ അനേകായിരം ദൈവമക്കളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, കാക്കുന്ന ഒരു ദൈവമുണ്ട്, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ ആരും മടിക്കരുത്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രൊഫഷൻ അത് കർത്താവിൻ്റെ വേലയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കൂ. ഞാൻ 19-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട അന്ന് കർത്താവിനെ സാക്ഷിക്കാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ സമർപ്പിച്ചതാണ്. എത്രയോ വർഷങ്ങളായി. എനിക്കെന്ത് സന്തോഷമാണ്, എനിക്കെന്ത് ആനന്ദമാണ്. എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാറില്ല. അത്ര സന്തോഷമാണ്. സ്തോത്രം. അതിനെല്ലാം പ്രതിഫലമുണ്ട്. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. ഈ മോവാബ്യ സ്ത്രീയായ ശാപത്തിൽ കിടന്ന് ഈ രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നതിന് കാരണം 1, രൂത്തിൻ്റെ സമർപ്പണം, 2, രൂത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഹല്ലേലൂയ. അതെല്ലാം അവളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി. അവൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവൾ പ്രവേശിച്ചു. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ പട്ടികയിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കണം. യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കുക. മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. ഇതുവരെയും ദൈവവേല ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവവേലയ്ക്ക് ആവേശമുള്ളവരായി കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അതിനിടയാക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവവേലയ്ക്കുള്ളതായ ദാഹം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർത്താവ് പകരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കൂ. അടുത്ത പ്രസംഗം രൂത്ത് ബോവസിൻ്റെ പാദത്തിൽ വന്ന ആ വലിയ അനുഭവം, അത് മുഖാന്തരം അവൾ അനുഗ്രഹിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളും യേശുവിൻ്റെ പാദത്തിലേക്ക് വരൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് മറുപടി തരും. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.